നമ്മൾ പോകുന്നത് കണ്ണീര് തോരാത്ത പത്തനംതിട്ട പുല്ലാട്ടെ രഞ്ജിതയുടെ വീട്ടിലേക്കാണ്. അവിടെ ആ കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കാൻ മന്ത്രി വീണ ജോർജും ജനപ്രതിനിധികളും ഒക്കെ അവിടെ എത്തി. അവർ രഞ്ജിതയുടെ മക്കളെ ചേർത്ത് നിർത്തി വിതുമ്പി. ഹൃദയഭേദകമായ കാഴ്ചകൾക്കാണ് പത്തനംതിട്ട പുല്ലാട്ടെ രഞ്ജിതയുടെ വീട് സാക്ഷ്യം വഹിക്കുന്നത്. അമ്മ നഷ്ടപ്പെട്ടെന്ന യാഥാർത്ഥ്യം കുട്ടികൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. ആശ്വസിപ്പിക്കാൻ എത്തുന്നവരോടൊക്കെ മക്കൾക്ക് ചോദിക്കാനുള്ളത് അമ്മ തിരികെ വരുമോ എന്നാണ്. മന്ത്രി വീണ ജോർജ് വീട് സന്ദർശിച്ചപ്പോഴും കുട്ടികൾ ഇതേ ചോദ്യം ആവർത്തിച്ചു. പിന്നാലെ അടക്കിപ്പിടിച്ച കണ്ണീർ പൊട്ടിയൊഴുകി. ആശ്വാസവാക്കുകൾ പോലും പറയാനാകാതെ മന്ത്രിയും കുട്ടികൾക്ക് മുന്നിൽ വിതുമ്പി. സർക്കാർ കുടുംബത്തിന്റെ കൂടെയുണ്ടാകുമെന്നും നിയമപരമായ കാര്യങ്ങൾ ചെയ്തു നൽകുമെന്നും മന്ത്രി വീണ ജോർജ്. ഏറ്റവും വേദനാകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വനിതാ ശിശുക്ഷേമ വകുപ്പും വരും ദിവസങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കും. പത്തനംതിട്ട MP ആന്റോ ആന്റണി, KU ജനീഷ് കുമാർ MLA, യാക്കോബായ സഭ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് ജോസഫ് ബാവ ഉൾപ്പെടെയുള്ളവരും രഞ്ജിതയുടെ ഭവനം സന്ദർശിച്ചു. കനത്ത മഴയ്ക്കിടയിലും നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പുല്ലാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 24 പത്തനംതിട്ട.